ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണിത്. അപ്പോൾ നമ്മുടെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ, ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് വേണം നമ്മളുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ച് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രീവിയസ് വീഡിയോസിലായിരിക്കും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇത് നമുക്കൊരു 3 പാർട്ടായിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കിങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32 ഇൻ്റർസെക്ട്സ് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തരുന്ന കർവ് എന്ന് പറയുന്നത് സർക്കിൾ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഈ സർക്കിൾ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസിൽ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള പോയിന്റ് എത്രയാണ്? അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അത് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് അത്രേ ഉള്ളൂ. Second part, shade the region in the first quadrant enclosed by the x-axis, the line y equal to x and the circle x square plus y square equal to 32. അപ്പം നമുക്ക് എന്താ ഫിഗർ വരച്ചിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കർവും ലൈനും ഒക്കെ ഉപയോഗിച്ച് ഫിഗർ വരച്ചിട്ട് ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന റീജിയൻ ഏതാണെന്നുള്ളത് ഷെയ്ഡ് ചെയ്യാനായിട്ടാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ആ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് തന്നെ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32 അത് പറയുന്നൊരു സർക്കിളാണ് നമുക്കുള്ളത്. അതിൻ്റെ പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനും നമുക്ക് എന്താ ഒരു ഫിഗർ വരച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ പേജിൽ ആ ഫിഗർ തന്നെ ഞാൻ അങ്ങ് വരച്ച് വെക്കുവാണേ. അപ്പോൾ നമുക്ക് പാർട്ടായിട്ട് ഇതിനകത്തോട്ട് തന്നെ ചെയ്താൽ മതിയാവുമല്ലോ. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32 എന്ന് പറയുന്ന ഒരു സർക്കിൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇതാണ് നമുക്കറിയാവുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്താണ് നമുക്ക് 32 തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയാണ് നമ്മളുടെ എന്താ 0 2. ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. പോസിറ്റീവ് എക്സ് ആക്സിസിൽ നമ്മൾ ഈ സർക്കിൾ ഇൻ്റർസെക്ട് ചെയ്യുന്നത് ഈ പോയിന്റ്. അപ്പോൾ എന്താ, എ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ എ സ്ക്വയർ 32 ആണെങ്കിൽ അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. ഓക്കെ, അപ്പം എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 32 എന്ന് വരും അല്ലേ. 32ന് എക്സാക്ട് എന്തില്ല, റൂട്ടില്ല. അപ്പം നമുക്ക് ആ 32നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. 16 ഇൻറ്റു 2 എന്ന് നമുക്ക് ആ 32നെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു ഇതിനെ ഈ റൂട്ടിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 16 ഇൻറ്റു റൂട്ട് 2 എന്ന് വരും. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 16ന് റൂട്ടുണ്ട് 4, ഈ റൂട്ട് 2 അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 റൂട്ട് 2 എന്ന് കിട്ടി. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ, ഈ പോയിന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ, ഇതെന്ന് പറയുന്നത് എക്സ് ആക്സിസിലായതുകൊണ്ട് x 0 എന്നല്ലേ, ഇത് എ 0. അപ്പോൾ എയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടിയത് കൊണ്ട് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 4 റൂട്ട് 2 0 എന്ന് വരും. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ഇവിടെ ആയി. ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഈ പോയിന്റ് എന്താണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് നമ്മൾക്ക് റീജിയൻ ഷെയ്ഡ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? എക്സ് ആക്സിസ് ഉണ്ട്, അത് ഓൾറെഡി നമ്മളിവിടെ വരച്ചു. എക്സ് ആക്സിസ് നമ്മൾ വരച്ചു. ഇനി y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ, നമ്മളുടെ ഒറിജിനൽ കൂടെ ഈക്വൽ ആയിട്ട് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മളുടെ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. ഇതാണ് y ഈക്വൽ ടു എക്സ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കർവ് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32. അത് ഓൾറെഡി നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന റീജിയൻ എന്ന് പറയുന്നത് എന്താ, ഈ റീജിയനും ഇതും കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അതാണ് ഞാനിപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് നമുക്കിവിടെ കഴിഞ്ഞു. ഇനി എന്താ, തേർഡ് പാർട്ട്. ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ, നമ്മളുടെ ഇക്വേഷൻ ഇപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ അല്ലേ. അപ്പോൾ അതെന്താ, ഇൻറ്റഗ്രൽ a to b y dx. അതിൽ a to b എന്ന് പറയുന്ന ലിമിറ്റ് വേണ്ടേ. അപ്പോൾ നമുക്കറിയാം 0 മുതൽ 4 റൂട്ട് 2 വരെയാണ് എന്ത് നമ്മളുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ 2 സെക്ഷനായിട്ടാണ് നമ്മളുടെ ഈ ഇത് തിരിച്ചിരിക്കുന്നത്. ഇത് 2 ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും റീജിയൻ്റെ ഏരിയയെ നമ്മൾ എന്താ, ഈ 0 മുതൽ ഇതിനെ നമ്മൾ താഴോട്ടാക്കുമ്പോഴത്തേക്കും 0 മുതൽ 4 വരെ ഉള്ളത്. ഓക്കെ, ആ 4 എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 32, പിന്നെ തന്നിട്ടുള്ളത് y ഈക്വൽ ടു എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കുക. അപ്പോൾ ഈ y ഈക്വൽ ടു എക്സ് എന്നുള്ള ഈ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യുക, ഈ 1 എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇതെടുത്ത് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈക്കാണ് നമ്മളിവിടെ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 32. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ, 2x സ്ക്വയർ ഈക്വൽ ടു 32.
എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് 2നെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 16ൻ്റെ റൂട്ട് എടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. കണ്ടോ? അതായത് നമ്മളുടെ ഇവിടെ നിന്ന് നമ്മളൊരു താഴോട്ടൊരു ലൈൻ വരച്ചാൽ ഇത് ഇവിടെയാണ് നമുക്ക് 4 വരുന്നത്, ഇവിടെയാണ് നമ്മുടെ 4√2 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മളിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഒന്ന് 0 മുതൽ 4 വരെയുള്ള ഏരിയയും, അത് നമ്മുടെ y = x എന്ന് പറയുന്ന കർവ്. പിന്നെ ഈ 4 മുതൽ 4√2 വരെ ഉള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ഈ കർവാണ് എടുക്കുന്നത്. ഓക്കെ, മറ്റേതിന് ഈ കർവാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ രണ്ട് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് എഴുതാം. അപ്പോൾ റിക്വയർഡ് area is equal to area of the shaded region. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു അതിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് y = x എന്നുള്ള ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. പക്ഷേ ഈ കർവ് നോക്കിയേ, x² + y² = 32. അതിൽ നിന്ന് നമ്മൾ y-ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് y-ക്ക് ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? x² + y² = 32. x² + y² = 32 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇതിൽ നിന്ന് വേണം നമ്മൾ y-ക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് x² നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? y² = 32 - x² എന്ന് വന്നു. ഓക്കെ, ഇനി റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് y അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ y = √32 - x² എന്ന് വന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്കിതാണ് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഈ 32 വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഈ രീതിയിൽ നമുക്ക് എഴുതാവേ. √32ൻ്റെ റൂട്ട് എന്താ? 4√2 അല്ലേ. 4√2 the whole square minus x². ഇങ്ങനെ എഴുതിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോർമാറ്റിലോട്ട് ആക്കാനായിട്ട് √a² - x² എന്ന് പറയുന്ന ഫോർമാറ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 32നെ നമ്മൾ 4√2 the whole square എന്ന് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. റിക്വയർഡ് ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, അപ്പോൾ അതിന് ഇൻ്റഗ്രൽ എന്തായിരിക്കും വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു രണ്ട് ഇൻ്റഗ്രൽ ആയിട്ടായിരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഇൻ്റഗ്രൽ 0 to 4 y dx പ്ലസ് രണ്ടാമത്തെ ഇൻ്റഗ്രൽ 4 to 4√2. കണ്ടോ, അത് കംപ്ലീറ്റ് നമുക്ക് വേണ്ടേ. 4√2 y dx എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി ഇതിനകത്തേക്കുള്ള വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. വെച്ച് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4. ആദ്യത്തെ എന്താ? y = x എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ yക്ക് പകരം നമ്മൾ x ഇടുമ്പോൾ x dx എന്ന് വരും. പ്ലസ് ഇൻ്റഗ്രൽ 4 to 4√2. ഇവിടെ yക്ക് നമ്മളിത് തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചാൽ ഈ വാല്യൂ ആണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താ വരുന്നത്? √4√2 the whole square minus x² dx. ഇനി നമുക്കിതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എന്താണ്? x²/2 അല്ലേ. x²/2 ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ലിമിറ്റ് അവിടെ എഴുതണം. എവിടെ? 0 to 4 പ്ലസ് ഇനി ഇതിൻ്റെ ഇൻ്റഗ്രൽ √a² - x² ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? x/2 ഇൻറ്റു അല്ലേ, x/2 ഇൻറ്റു √a² - x². അപ്പോൾ എന്ത് വരും? 4√2 the whole square minus x² പ്ലസ് a²/2. 4√2ൻ്റെ സ്ക്വയർ 32/2 സൈൻ ഇൻവേഴ്സ് x/a. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x/a എന്ന് പറയുന്നത് എന്താണ്? 4√2. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രൽ എഴുതി അടുത്ത സ്റ്റെപ്പ് എന്താ? ലിമിറ്റ് നമ്മളവിടെ എഴുതണം. 4 to 4√2. ഓക്കെ അല്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമ്മൾ ലിമിറ്റ് അപ്ലൈ ആണോ അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോക്സ് അങ്ങ് ചെയ്യാം. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 4 ആണ്, ലോവർ ലിമിറ്റ് 0. അപ്പം ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അതെന്തായിരിക്കും വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 4 അപ്ലൈ ചെയ്യുമ്പോൾ 4²/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ലിമിറ്റ് അപ്ലൈ ചെയ്തു. പ്ലസ് ഇനി അടുത്ത സെറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഈ സെറ്റിൽ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പോകും. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് എന്താ? 4√2. അപ്പോൾ നമുക്ക് ആദ്യം എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ആ 4√2 ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 4√2/2 ഇൻറ്റു √4√2 the whole square minus 4√2 the whole square പ്ലസ് 32/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 4√2/4√2 എന്നായി പോകും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ഇച്ചിരി ലെങ്തി ആകും, എന്നാലും സാരില്ല. അപ്പോൾ എന്താണ് വരുന്നത്? 4√2/2 ഇൻറ്റു √4√2 the whole square minus 4√2 the whole square plus 32/2 sin inverse
4√2/4√2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പർ ലിമിറ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, മൈനസ് ഇനി ഇതിൻ്റെ ഇത് തന്നെ എഴുതുവാണ്. മൈനസ് നമുക്കിനി എക്സിൻ്റെ സ്ഥാനത്തൊക്കെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് നമ്മുടെ ലോവർ ലിമിറ്റ്. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ ഇനി 4 ഇട്ട് കൊടുക്കാനായിട്ട് പോവുക. അപ്പം എന്താ വരുന്നത്? 4/2 ഇൻറ്റു √4√2² മൈനസ് 4² പ്ലസ് 32/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 4/4√2. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു, ലോവർ ലിമിറ്റ് നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ 4² എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16/2 പ്ലസ് ഇവിടെ നോക്കിയേ, ഈ റൂട്ടിൻ്റെ അകത്ത് 4√2² മൈനസ് 4√2². അപ്പോൾ ഈ ടേം എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇത് ഇത്രയും എന്താകും? 0 ആയി പോകും. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്ത് ഇത് മാത്രമേ നമുക്കിനി കിട്ടുള്ളൂ. അപ്പോൾ എന്താ? 32/2 എന്ന് പറയുന്നത് എത്രയാണ്? 16 സൈൻ ഇൻവേഴ്സ് 4√2/4√2 എന്ന് പറയുന്നത് 1. അപ്പം ഈ ബ്രാക്കറ്റ് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, ഇനി എന്താ? മൈനസ് അടുത്ത ബ്രാക്കറ്റ് എന്താ? ഇവിടെ 4/2 എന്ന് പറയുന്നത് 2 ആണ്. √4√2ൻ്റെ സ്ക്വയർ എന്താ? 32 മൈനസ് 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് ഇവിടെ 32/2 എന്ന് പറയുന്നത് 16 സൈൻ ഇൻവേഴ്സ് ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി അവിടെ എന്തുണ്ട്? 1/√2. ഓക്കെ, അപ്പോൾ ഇനി എന്താ ഉള്ളത്? ഇവിടെ 16/2 എന്ന് പറയുന്നത് എന്താണ്? 8 അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 8 പ്ലസ് ഇവിടെ 16 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ നമുക്കറിയാം π/2. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 16 ഇൻറ്റു π/2 എന്ന് വരും. 16 ഇൻറ്റു π/2 മൈനസ് അതിനുശേഷം ഇവിടെ 2 ഇൻറ്റു √32 മൈനസ് 16 തന്നെ. അപ്പോൾ 2 ഇൻറ്റു √16 പ്ലസ് 16 ഇൻറ്റു പ്ലസ് 16 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുന്നത് എന്താ? π/4 ആണ്. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് പറയുന്നത് π/4 ആണ്. അപ്പം 16 ഇൻറ്റു π/4 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിവിടെ 8 പ്ലസ് ഈ 2ഉം ഈ 16ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 8 ആകും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ 4ഉം ഈ 16ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും അല്ലേ? അപ്പോൾ 8 പ്ലസ് ഇവിടെ 8 ഇൻറ്റു പൈ 8π മൈനസ് 2 ഇൻറ്റു √16ൻ്റെ റൂട്ട് എന്ത് വരും? 4 പ്ലസ് ഇത് 4π എന്നാകും. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 8π മൈനസ് 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8 പ്ലസ് 4π എന്ന് വന്നു. ഓക്കെ, ഇനി എന്താ? മൈനസിന് ശേഷമുള്ള ഈ ബ്രാക്കറ്റ് നമുക്കൊന്ന് അഴിക്കാം. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു 8 പ്ലസ് 8π മൈനസിന് ശേഷമുള്ള ബ്രാക്കറ്റ് അഴിക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ ടേംസിൻ്റെയും സൈൻ മാറും. അപ്പം എന്തായി മാറും? -8 മൈനസ് 4π ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇവിടെ ഈ +8ഉം -8ഉം വെട്ടിപ്പോകും. പിന്നെ ഉള്ളത് എന്താ? 8π മൈനസ് 4π വിച്ച് ഇസ് ഈക്വൽ ടു 4π അല്ലേ? 8πയിൽ നിന്ന് 4π പോയാൽ മിച്ചം അവിടെ എന്തുണ്ട്? 4π² യൂണിറ്റ്സ്. ഇതാണ് നമ്മളുടെ ആ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ ഈ രണ്ടാമത്തെ സെറ്റിൽ 4 to 4√2 എന്ന് പറയുന്ന 2 ലിമിറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ ഇത്രയും ലെങ്തി ആയത്. വലിയ പാടൊന്നുമില്ല. ശ്രദ്ധിച്ച് വാല്യൂസ് ഇട്ട് കൊടുത്താൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി പഠിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമ്മളെ അടുത്ത ചോദ്യമാണിത്. Find the area of the region bounded by the curve y equal to x square and the line y equal to 4. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തതുപോലത്തെ തന്നെ ഒരു പ്രോബ്ലം ആണിത്. വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമുക്കിതിൽ പറഞ്ഞ അനുസരിച്ചിട്ട് നമുക്ക് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ് ആക്സസും വൈ ആക്സസും ആണ് കേട്ടോ. ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഒരെണ്ണം ഇതുപോലെ എക്സ് സ്ക്വയർ വരുന്നത് നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ പാരാബോളയുടെ ഇക്വേഷൻ നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളത് ഏതാ? y² ഈക്വൽ ടു 4ax എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ x² ഈക്വൽ ടു 4ay എന്ന് പറയുന്നൊരു ഇതും ഉണ്ട്. ഓക്കെ, അപ്പോൾ y² ഈക്വൽ ടു 4ax എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഇവിടെ ആയിരിക്കും y² ഈക്വൽ ടു 4axൻ്റെ പരാബോള വരുന്നത്. പക്ഷേ ഈ കേസിൽ നോക്കിക്കേ, നമുക്ക് y ഈക്വൽ ടു x² വന്നിരിക്കുന്നത്. അപ്പോൾ x² വന്നിട്ടുള്ളതുകൊണ്ട് ഈ ഇക്വേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ x² ഈക്വൽ ടു 4ay എന്ന് പറയുമ്പോൾ എന്താ? ഇങ്ങനെയാണ് നമ്മുടെ പരാബോള വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിലും y ഈക്വൽ ടു x² എന്നാണ്. അപ്പോൾ x² ടേം വരുമ്പം ഓർത്തോണം, മുകളിലോട്ട് നോക്കിയിരിക്കുന്ന പരാബോള ആയിരിക്കണം നമുക്ക് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മളുടെ പരാബോള.
ഓക്കെ, പ്രീവിയസ് വീഡിയോ നമ്മൾ y = x² + 2 എന്ന് പറയുന്ന ഒരു ഇത് വരച്ചായിരുന്നല്ലോ. അപ്പോൾ എന്താ, ഇവിടുന്ന് 2 യൂണിറ്റ്സ് പൊക്കത്താക്കിയായിരുന്നു നമ്മൾ വരച്ചത്. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഡയറക്റ്റ് y = x² തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒറിജിനൽ ടച്ച് ചെയ്ത് തന്നെ വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ y = x² എന്ന് പറയുന്ന കർവ്. ഇനി തന്നിട്ടുള്ള എന്താണ്, y = 4. അപ്പം yയിലാണ് 4 എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ 4 എന്നുണ്ടെങ്കിൽ ഈ 4ലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മളുടെ y = 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കർവും ഈ ലൈനും കൂടെ ചേരുന്ന ഏരിയ അല്ലെങ്കിൽ ആ പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്, ദേ ഇതുമാണല്ലേ. ഈ രണ്ടും പോർഷനാണ്, നമുക്ക് ഇതിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അതിനെ × 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത്രേ ഉള്ളൂ, നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ അതിനെന്താ നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് എക്സിനൊരു വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, കാരണം എന്താ, നമുക്ക് y = x², നമ്മുടെ നേരെ തിരിച്ചാവുന്നിരിക്കുന്നത്. ഇങ്ങോട്ടായിരുന്നെങ്കിൽ നമുക്ക് yക്ക് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. നേരെ തിരിച്ചായതുകൊണ്ട് നമ്മൾ എക്സിനാണ് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്, y = x² എന്ന് പറയുന്നതൊരു ടേം ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എക്സിന് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് വൈയുടെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ x = √y എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മളുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, റിക്വയർഡ് ഏരിയ = അല്ലെ, ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്താ, 2 × ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ, 2 × ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ നിങ്ങൾ ആ പടം നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് ഭാഗവും ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്തത്. ശരിക്കും നമ്മൾ എന്താണ്, ഈ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കർവിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന x = √y എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ലിമിറ്റ് എന്താണ്, ഇത് 0 ആണ്, പിന്നെ എവിടെ വരെ, 4 വരെ. അപ്പോൾ 0 to 4 ആയിരിക്കും നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, x = ഇൻ്റഗ്രൽ 2 × ഇൻ്റഗ്രൽ 0 to 4 x dy. നേരത്തെ കേസിലൊക്കെ നമ്മൾ y dx എന്ന് എടുത്തിരുന്നത്, ഇവിടെ x നാണ് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും, x dy എന്ന് വരും, which is equal to 2 × ഇൻ്റഗ്രൽ 0 to 4 എക്സിന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച വാല്യൂ എന്താ, √y അല്ലേ. അപ്പോൾ അത് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ √y dy എന്ന് വരും, ഈക്വൽ ടു 2 × ഇൻ്റഗ്രൽ 0 to 4. ഈ √y-നെ ഞാൻ y⁻² എന്ന് എഴുതുക. നമുക്കങ്ങനെ മാറ്റി എഴുതാമല്ലോ, which is equal to 2 × ഇതിൻ്റെ എന്താ, y² അല്ലേ, y⁻² അതായത് x⁻n എന്ന് പറയുന്ന ഫോർമാറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, y⁻² + 1/2 + 1. അപ്പോൾ y⁻³ എന്ന് വരും. ഇൻ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലിമിറ്റ് നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഓക്കെ അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 3/2-നെ നമുക്ക് വെളിയിലേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും, which is equal to 2 × അത് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും 3/2 എന്നുള്ളത് എന്തായിട്ട് മാറും, 2/3 ആയിട്ട് മാറും. ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് y⁻³ പിന്നെ നമ്മളുടെ ലിമിറ്റ് 0 to 4. ഇനി എന്താ, 2 × 2 4/3 ഇൻറ്റു ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, ലിമിറ്റ് അപ്ലൈ ആണ്. അപ്പോൾ ആദ്യം 4 ഇട്ട് കൊടുക്കുക, പിന്നെ 0 ഇടേണ്ട ആവശ്യമില്ല, ഇത് 0 ആയി പോകും. അപ്പോൾ എന്താ വരുന്നത്, 4⁻³ മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് 0 ആയിട്ട് മാറും, which is equal to 4/3 ഇൻറ്റു ഈ 4-നെ ഞാൻ 2² എന്ന് എഴുതുക അല്ലേ, √3/2. ഈ 2ഉം ഞാൻ വെട്ടിക്കളഞ്ഞു. ഇതെങ്ങനെയാണ് വെട്ടിക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. a⁻m എന്ന് പറഞ്ഞു വരുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a⁻m × n എന്ന് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ m-ൻ്റെ സ്ഥാനത്ത് 2ഉം n-ൻ്റെ സ്ഥാനത്ത് 3/2 ആണ്. അപ്പോൾ അവരെ നമുക്ക് മൾട്ടിപ്ലൈ ആയല്ലോ. ഇങ്ങനെ എഴുതുമ്പോൾ ഈ രണ്ട് 2ഉം ക്യാൻസൽ ആയിപ്പോവും. അതാണ് ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്കി എന്താ വരുന്നത്, which is equal to 4/3 × 2³ എന്ന് വരും. 4/3 × 2³ which is equal to 4/3 × 2³ എന്ന് പറയുന്നത് എന്താ, 8 അല്ലേ. 8ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32/3 എന്ന് വരും. 32/3 സ്ക്വയർ യൂണിറ്റ്സ്. അതാണ് അത്രയും റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ വരച്ച് വെച്ച ഈ രണ്ട് റീജിയൻ്റെയും കൂടെ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയ 32/3 സ്ക്വയർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്ത പോലത്തെ അത്രയും ഒരു പാട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തോന്നില്ല, കാരണം നമ്മൾ പ്രീവിയസ് വീഡിയോസിലും സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ ഫിഗർ വരച്ച് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം അതാണ്, find the area of the region lying in the first quadrant and bounded by y = 4x², x is equal to 0, y = 1 and y = 4. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര, 1 2 3 4 ഒരു കർവും 4 ലൈനുകളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കുന്നതുമായ റീജിയൻ്റെ ഏരിയ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ x ആക്സിസും y ആക്സിസും വരയ്ക്കുവാണ്. ഇത് നമ്മളുടെ x ആക്സിസ്,
ഇത് y ആക്സിസ്. അപ്പോൾ ആദ്യം എന്താ y ഈക്വൽ ടു 4x². ഞാൻ പറഞ്ഞു x² എന്ന് പറയുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ ഓർത്തോണം മുകളിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്ലസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒറിജിനൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ y ഈക്വൽ ടു 4x² എന്ന് പറയുന്ന പരാബോള നമ്മൾ വരച്ചു. ഇതാണ് y ഈക്വൽ ടു 4x². ഇനി അടുത്തത് എന്താ x is equal to 0. അത് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ x ആക്സിസിനെ തന്നെയാണ് അവിടെ x is equal to 0 എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വരുന്നത് എന്താണ്, y ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് നമ്മുടെ 1 എങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് y ഈക്വൽ ടു 1. പിന്നെയുള്ളത് y ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 4 എങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് എന്ത്, ഓ ദൈവമേ, y ഈക്വൽ ടു 4. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 4 കൂടെ ചേരുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിടക്കണ സാധനം. ഓക്കെ അല്ലേ? ഓക്കെ. അയ്യോ, ഒരു മിസ്റ്റേക്ക്. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിനെ y ആക്സിസ് ആട്ടോ ഉദ്ദേശിക്കണേ. ഇതല്ലേ എക്സ് ആക്സിസ് അല്ല. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും y ഈക്വൽ ടു 0 ആണ്. അപ്പം ഇതാണ് നമ്മളുടെ എക്സ് ഇസ് ഈക്വൽ ടു 0. സോറിയേ. ഓക്കെ. അപ്പോൾ ഇത് 4 കൂടെ ഉൾപ്പെടുന്ന ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? 4 വരണം. അതായത് ഈ കർവ് വരണം, y ഈക്വൽ ടു 1 വരണം, y ഈക്വൽ ടു 4 വരണം, എക്സ് ഇസ് ഈക്വൽ ടു 0 വരണം. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ റീജിയൻ അല്ലേ? കണ്ടോ, ഇത്രയും റീജിയനാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഈ 4 ലൈനുകളും കൂടെ ചേരുമ്പോഴത്തേക്കും വരുന്ന റീജിയൻ. അപ്പോൾ ഇതിൻ്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇത് 1 ആണ്, ഇത് 4 ആണ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് 1 to 4 ആണ് നമുക്കിവിടെ കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ 1 to 4 എക്സ് ഡി വൈ അല്ലേ? ഇവിടെ x² ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സിനാണ് നമ്മളിവിടെ ഒരു വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഇതിൽ നിന്ന് എക്സിനൊരു വാല്യൂ കണ്ടുപിടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് y ഈക്വൽ ടു 4x². ഇതിൽ നിന്ന് എക്സിനൊരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? x² ഈക്വൽ ടു y/4. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? അപ്പോൾ x² ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y/4. അപ്പോൾ എന്ത് വരും? സോറി, എക്സ് ഇസ് ഈക്വൽ ടു ഈ സ്ക്വയർ നമുക്കിവിടെ വേണ്ട. ഓക്കെ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈക്ക് റൂട്ടില്ല. അപ്പോൾ എന്ത് വന്നു? റൂട്ട് y/4ൻ്റെ റൂട്ട് 2, റൂട്ട് y/2 എന്ന് വന്നു. പിന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 4 എക്സ് ഡി വൈ. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 4 എക്സിന് നമ്മളൊരു വാല്യൂ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? റൂട്ട് y/2. അപ്പോൾ അത് നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. റൂട്ട് y/2 ഡി വൈ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2നെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 to 4 റൂട്ട് y ഡി വൈ എന്നാകും. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 1 to 4. ഈ റൂട്ട് വൈനെ ഞാൻ y⁻² ഡി വൈ എന്ന് എഴുതുവാണേ. ഓക്കെ. ഇനി ഇതിൻ്റെ ഇൻറ്റഗ്രൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ 1/2 ഇൻറ്റു y⁻²ൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരുന്നത്? y⁻³ ഇതൊക്കെ പ്രീവിയസ് വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇൻറ്റഗ്രലിൻ്റെ ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇൻറ്റഗ്രൽ എടുത്തതിന് ശേഷം നമ്മുടെ ലിമിറ്റ് എഴുതുക 1 to 4. ഇനി എന്താ? ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 3/2നെ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3/2 വെളിയിലേക്ക് വരുമ്പോൾ അത് 2/3 ആകും. ഇൻറ്റു എന്താ വരുന്നത്? y⁻³ നമ്മുടെ ലിമിറ്റ് 1 to 4 വിച്ച് ഇസ് ഈക്വൽ ടു ഈ 2ഉം പോകും. അപ്പോൾ ബാക്കി എവിടെ എന്തുണ്ട്? 1/3 ഇൻറ്റു ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ. ആദ്യം അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ്. അപ്പോൾ എന്ത് വരും? 4⁻³ മൈനസ് 1⁻³ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ ചെയ്തേ. വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഈ 4നെ ഞാൻ 2² എന്ന് എഴുതുക. നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ 2² 3/2 മൈനസ് 1⁻³ എന്ന് പറയുന്നത് 1 തന്നെ. ഇവിടെ ഈ 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 2³ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 2³ എന്ന് പറയുന്നത് എത്രയാ? 8 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 7 വിച്ച് ഇസ് ഈക്വൽ ടു 7/3 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. കണ്ടോ, ഇതാണ് നമ്മുടെ അത്രയും റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമ്മളിത് ഇവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും റീജിയൻ്റെ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയ 7/3 സ്ക്വയർ യൂണിറ്റ്സ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്. അതിൽ ആദ്യത്തെ കുറച്ച് ലെങ്തിയാണ്,
കുറച്ച് കാൽക്കുലേഷൻസും ഉണ്ട് അതിൽ. അപ്പം ബാക്കി 2 പ്രോബ്ലംസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലംസ് നല്ല രീതിയിൽ തന്നെ എഴുതി പഠിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്